അറിവിന്റെ പുതിയ ആകാശം വിദ്യാഗീതം സ്കൂൾ റേഡിയോ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശ്രീകണ്ഠപുരം. ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നിങ്ങളുടെ കൂടെ ഞാൻ ശിവദ PK 9th C. ഞാൻ ശ്രീലക്ഷ്മി രഞ്ജൻ 8th D. ഇന്ന് ഏപ്രിൽ 11 പ്രശസ്തനായ ഭാരതീയ ചിത്രകാരൻ ജാമിനി റോയിയുടെ ജന്മദിനം. 20ാം നൂറ്റാണ്ടിലെ ഇന്ത്യൻ കലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആധുനിക കലാകാരന്മാരിൽ ഒരാളാണ് ജാമിനി റോയ്. രൂപത്തിന്റെ സത്തയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അന്വേഷണം വൈവിധ്യമാർന്ന ദൃശ്യശൈലികൾ, ഭാഷ, വൈവിധ്യമാർന്ന രൂപങ്ങൾ എന്നിവ പരീക്ഷിക്കുന്നതിലേക്ക് അദ്ദേഹത്തെ നയിച്ചു. ഇന്ത്യയിലെ ഏറ്റവും ആദരണീയനായ കലാകാരന്മാരിൽ ഒരാളായി അദ്ദേഹം തുടരുന്നു. ബംഗാളിലെ നാടോടി കരകൗശല പാരമ്പര്യങ്ങളിൽ സുഗമമായി ലയിച്ച ശാന്തമായ കലയായിരുന്നു ജാമിനി റോയിയുടേത്. ജാമിനി റോയിയെ ഇന്ത്യൻ കലയിലെ ആധുനികതയുടെ ആദ്യകാല ഗുരുവായി കണക്കാക്കപ്പെടുന്നു. കാളിഘട്ട് ചിത്രങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട ബംഗാളി നാടോടി ചിത്രങ്ങളിലും അദ്ദേഹം പരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഗ്രാമീണ ബംഗാളി ജീവിതങ്ങളും വിവാഹം പോലുള്ള ഇന്ത്യൻ ആഘോഷങ്ങളും ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളുടെ പ്രധാന പ്രമേയം. ബ്രിട്ടീഷ് അക്കാദമിക് ലാൻഡ്സ്കേപ്പുകളിലും ഛായാചിത്രങ്ങളിലും അദ്ദേഹം പരിശീലനം നേടിയിരുന്നുവെങ്കിലും ഒടുവിൽ അദ്ദേഹം പാശ്ചാത്യ പാരമ്പര്യങ്ങളെ നിരസിച്ച് പരമ്പരാഗത ഇന്ത്യൻ നാടോടി കരകൗശല ശൈലിയിൽ വരയ്ക്കാൻ തുടങ്ങി. പ്രാദേശികമായി ലഭിക്കുന്ന പിഗ്മെന്റുകളുടെ ഉപയോഗവും അദ്ദേഹം സ്വീകരിച്ചു. വില കൂടിയ ക്യാൻവാസുകൾക്കും എണ്ണ പെയിന്റുകൾക്കും പകരം നെയ്ത പായകൾ, തുണി, മരം എന്നിവയിൽ കുമ്മായം പൂശി വരയ്ക്കാൻ ഇഷ്ടപ്പെട്ടു. കല എല്ലാവർക്കും പ്രാപ്യമായിരിക്കണമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ഇന്ത്യയുടെ കലാപരമായ പൈതൃകത്തിന്റെ പ്രത്യേകത മാത്രമല്ല, ഗ്രാമീണ ജീവിതത്തിന്റെ സൗന്ദര്യവും ലാളിത്യവും ആഘോഷിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. കാളിഘട്ട് ക്ഷേത്രത്തിന് പുറത്തു വിൽക്കുന്ന ബസാർ പെയിന്റിങ്ങുകളുടെ നേർത്ത ബ്രഷ് സ്ട്രോക്കുകൾ, ബിഷ്ണുപൂർ ക്ഷേത്രങ്ങളിലെ ടെറാകോട്ട റിലീഫുകളിൽ നിന്നുള്ള ഡിസൈൻ ഘടകങ്ങൾ എന്നിങ്ങനെ ഒന്നിലധികം ഇന്ത്യൻ സ്വാധീനങ്ങൾ ജാമിനി റോയിയുടെ കലാസൃഷ്ടികളിൽ ഒരുമിച്ച് കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിൽ പലപ്പോഴും പരമ്പരാഗത ഇന്ത്യൻ കലയുടെ മറ്റ് ക്ലാസിക് അലങ്കാര പാറ്റേണുകൾ ഉണ്ടായിരുന്നു. ഇന്ന് അതിഥിയായി നമ്മുടെ കൂടെയുള്ളത് കവിയും സാഹിത്യകാരനും ചിത്രകാരനുമായ ശ്രീ സുശാന്ത് മാസ്റ്ററാണ്. കതിരൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും റിട്ടയർ ചെയ്ത ചിത്രകലാ അധ്യാപകനാണ് ശ്രീ സുശാന്ത് മാസ്റ്റർ. ശ്രീകണ്ഠപുരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാഗീതം റേഡിയോയിലെ കൂട്ടുകാർക്ക് എൻ്റെ സ്നേഹാശംസകൾ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യൻ ചിത്രകലയിലെ കുലപതികളിൽ ഒരാളായ ജാമിനി റോയെക്കുറിച്ചാണ്. 1887 ഏപ്രിൽ 11 പശ്ചിമ ബംഗാളിലെ ബംഗളൂരു ജില്ലയിൽ ബാലിയറ്റൂർ ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഒരു സമ്പന്ന ഭൂവുടമ കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഒരു കലാകുടുംബമായതുകൊണ്ട് തന്നെ 16 വയസ്സുള്ളപ്പോൾ കൊൽക്കത്തയിലെ ഗവൺമെൻറ് കോളേജ് ഓഫ് ആർട്സിൽ അദ്ദേഹത്തെ പഠിക്കാൻ അയച്ചു. ബംഗാൾ സ്കൂളിൻ്റെ സ്ഥാപകനായ അഭിനീന്ദ്രനാഥ് ടാഗോറിൻ്റെ കീഴിലായിരുന്നു കലാപഠനം. അഭിനീന്ദ്രനാഥ് ടാഗോറിനെ നിങ്ങൾക്ക് അത്ര പരിചയമുണ്ടാവില്ല. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ സഹോദരൻ ആണ് അഭിനീന്ദ്രനാഥ് ടാഗോർ. ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ വേഗം മനസ്സിലായിട്ടുണ്ടാവാം. 1908 ഫൈൻ ആർട്സിൽ അദ്ദേഹം ഡിപ്ലോമ നേടിയെടുത്തു. തൻ്റെ പ്രിൻസിപ്പലായ EB ഹാവൽ, രവീന്ദ്രനാഥ ടാഗോർ ഇവരുടെയൊക്കെ സ്വാധീന ഫലമായിട്ട് നാടോടി ഗോത്ര കലകളിലേക്ക് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇതിൻ്റെ ഫലമായിട്ട് കളിഘട്ട് പദ് അല്ലെങ്കിൽ കളിഘട്ട് പെയിൻറ്റിങ്ങിൽ ഏറെ അദ്ദേഹം ശ്രദ്ധിച്ചു. ഇത് അദ്ദേഹത്തെ ഏറെ സ്വാധീനം ചെലുത്തിയൊരു ശൈലി കൂടെയാണ്. ലാൻഡ്സ്കേപ്പ് പോലുള്ള ശൈലിയിൽ നിന്ന് മാറിയിട്ട് 1921 24 ഇടയിൽ സന്താൾ നൃത്തത്തെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ പരീക്ഷണങ്ങൾ തുടരുകയും വ്യത്യസ്തമാർന്ന ഒരു ശൈലിയിലേക്ക് അദ്ദേഹം പതിയെ ചുവടുമാറ്റം നടത്തുകയും ചെയ്തു. തുടക്കത്തിൽ പോർട്രേറ്റ് പെയിൻറ്റിങ്ങിലായിരുന്നു അദ്ദേഹം ഏറെ ശ്രദ്ധ നേടിയതും ശ്രദ്ധ ചെലുത്തിയതും.
പിന്നീട് അതൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് 1920കളിൽ ബംഗാളിലെ നാടോടി പാരമ്പര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പുതുശൈലിയിൽ പരീക്ഷണങ്ങളും പഠനങ്ങളും ഒക്കെ നടത്താൻ അദ്ദേഹം തീരുമാനിക്കുകയും അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും തൻ്റെ രചനാ ശൈലിയൊക്കെ ആ രീതിയിലേക്ക് മാറ്റിയെടുക്കുകയും ചെയ്തത്. നിരന്തരം പരീക്ഷണങ്ങളിലൂടെ അദ്ദേഹത്തിന് ആ ശൈലി വഴങ്ങുകയും ചെയ്തു. പുതുശൈലിയിലെ പരീക്ഷണങ്ങൾ അദ്ദേഹത്തിന് ഏറെ ഊർജം പകർന്നു നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രതിദിനം 10 പെയിൻറ്റിങ്ങുകൾ എന്ന തോതിൽ 20,000 പെയിൻറ്റിങ്ങുകൾ അദ്ദേഹം തൻ്റെ കലാജീവിതത്തിനിടയിൽ വരച്ചു തീർത്തു എന്നുള്ളത് ഏറെ അത്ഭുതത്തോടു കൂടിയാണ് ഇന്ത്യൻ കലാലോകം നോക്കിക്കാണുന്നത്. ഇത്രത്തോളം രചനകൾ നടത്തിയ മറ്റൊരു കലാകാരനുണ്ടോ എന്നുള്ളതും പരിശോധിക്കേണ്ട വിഷയമാണ്. തൻ്റെ നിരന്തര സാധനയിലൂടെ അദ്ദേഹം തൻ്റെ രചനാശൈലിയെ നവീകരിച്ചുകൊണ്ടേയിരുന്നിട്ടുണ്ട്. ഇന്ത്യൻ ചിത്രകലയ്ക്ക് അതിൻ്റെതായ വ്യക്തിത്വം പകർന്നു നൽകാൻ അദ്ദേഹത്തിൻ്റെ ഇത്തരം പരീക്ഷണങ്ങൾ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹം നൽകിയ സംഭാവനകൾ. ഇതുവഴി സാധാരണ ജനങ്ങളിലേക്ക് അദ്ദേഹം തൻ്റെ കലയെ എത്തിക്കാൻ ശ്രമിക്കുകയും അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. തദ്ദേശീയ വസ്തുക്കളായ ഓർഗാനിക് പെയിൻറ്റിങ്, ടെമ്പറ ബ്ലാക്ക്, ലാൻഡ് ബ്ലാക്ക്, എർത്ത്, മിനറൽ പിഗ്മെൻറ്റുകൾ തുടങ്ങിയ അന്നത്തെ സമയത്ത് കയ്യിൽ കിട്ടുന്ന കളറുകളും പിഗ്മെൻറ്റുകളൊക്കെ അദ്ദേഹം തൻ്റെ രചനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. 1938 കൊൽക്കത്തയിലെ ബ്രിട്ടീഷ് ഇന്ത്യൻ സ്ട്രീറ്റിൽ ജാമിനി റായിയുടെ ചിത്രങ്ങൾ ആദ്യമായിട്ട് പ്രദർശനത്തിന് വെച്ചു എന്നുള്ളതും ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. 1940 മുതൽ അദ്ദേഹം പ്രശസ്തിയുടെ പടവുകൾ പതിയെ കയറാൻ തുടങ്ങി. യൂറോപ്പ്, ലണ്ടൻ, ന്യൂയോർക്ക് തുടങ്ങിയ അനേകം വിദേശ രാജ്യങ്ങളിൽ അദ്ദേഹം തൻ്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു. ലണ്ടനിലെ വിക്ടോറിയ ആൽബർട്ട് മ്യൂസിയം പോലുള്ള നിരവധി ഗാലറികളിലും ഇദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ സ്ഥാനം നേടിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിദേശീയരിൽ ഉൾപ്പെടെ ഇദ്ദേഹത്തിൻ്റെ രചന ഏറെ സ്വാധീനിക്കുകയും അതുപോലെ അവരുടെയൊക്കെ മനസ്സിൽ ഒരു സ്ഥാനം നേടിയെടുക്കാനും ഇദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. 1934 അദ്ദേഹത്തിൻ്റെ കൃതിക്ക് വൈസ്രോയുടെ സ്വർണ്ണ മെഡൽ നേടിയെടുക്കാനും സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് കലായാത്രയിൽ അദ്ദേഹത്തിന് കിട്ടുന്ന വലിയൊരു ബഹുമതി. 1954 രാജ്യം അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി ആദരിക്കുകയുണ്ടായി. ലളിതകലാ അക്കാദമിയുടെ 2ാമത്തെ ഫെലോ ആയിട്ട് അദ്ദേഹത്തെ ഇന്ത്യ ഗവൺമെൻറ് സ്ഥാനം നൽകി ആദരിക്കുകയും ഇന്ത്യയിൽ നൽകുന്ന ഏറ്റവും മികച്ച ഉയർന്ന ബഹുമതിയായിട്ട് ഈ ഫെലോ സ്ഥാനം കാണുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജാമിനി റായ് ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ കലാകാരന്മാരിൽ ഒരാളായിട്ട് മാറുകയും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ഇന്ത്യക്കകത്തും പുറത്തുമൊക്കെ നിരവധി ആളുകളിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അമ്മയും കുഞ്ഞും, വധുവും 2 കൂട്ടാളികളും, കൊഞ്ചിനൊപ്പം ഇരട്ടപ്പൂച്ചകൾ, ബോട്ടിംഗ്, 3 പൂജാരികൾ, ബാവൽ ഗായകൻ, ഇങ്ങനെ തുടങ്ങിയ നിരവധി വിഷയങ്ങൾ അദ്ദേഹം ചിത്രരചനയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെയും തൻ്റെ ഈ നാടൻ കലയുടെ ഒരു ശൈലിയിലാണ് വരച്ചു ചേർത്തത്. കൊഞ്ചിനൊപ്പം 2 പൂച്ചകളൊക്കെ വളരെ സുന്ദരമായ രചനകളാണ്. സാധാരണ ഗ്രാമീണ ജീവിതങ്ങളുടെ നിറങ്ങൾ തൻ്റെ ചിത്രങ്ങൾക്ക് അദ്ദേഹം നൽകാൻ വേണ്ടിയിട്ട് ഏറെ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെ കൃത്യമായിട്ടും ഒരു നാടോടി ശൈലിയെയും നാടോടി രചനാ രീതിയും നാടോടി ജീവിതങ്ങളെയൊക്കെ നിരന്തരം പഠിക്കുകയും പകർത്തുകയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ലോകശ്രദ്ധ ഇദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അദ്ദേഹത്തിൻ്റെ കൃതികളെ 9 മാസ്റ്റേഴ്സിൻ്റെ കൃതികളിൽ ഒന്നായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന് 4 മക്കളായിരുന്നു. മക്കളും കലാലോകത്ത് ശ്രദ്ധ നേടിയവർ തന്നെയാണ്. 1972 ഏപ്രിൽ 24 തൻ്റെ 85ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നത്. ഇന്ത്യയുടെ പ്രിയ ചിത്രകാരനായിട്ട് നിരവധി ആളുകളുടെ ഹൃദയങ്ങൾ കീഴടക്കിക്കൊണ്ട് തൻ്റെ കലാവിസ്മയ ലോകം അദ്ദേഹം കൊണ്ടു നടന്നു എന്നുള്ളതാണ് സത്യം. ശ്രീകണ്ഠാപുരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പോലെ മികച്ചൊരു വിദ്യാലയത്തിൻ്റെ വിദ്യാഗീതം റേഡിയോയിൽ സംസാരിക്കാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. എന്നെ ശ്രവിച്ച വിദ്യാഗീതം റേഡിയോയിലെ കൂട്ടുകാർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. നിർത്തുന്നു. നന്ദി. ഭാരതീയ ചിത്രകലയുടെ പാതകളിൽ ഒരു ശാശ്വത സാന്നിധ്യമാണ് ജാമിനി റായ്. അദ്ദേഹത്തിന്റെ കൃതികൾ കാലത്തിനതീതമായ സുന്ദര പ്രതീകങ്ങളാണ്. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ശബ്ദ സംയോജനം നിർവഹണം രാജീവ് MK. കൂടുതൽ അറിവുകളും വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തും. അതുവരെ വിദ്യാഗീതത്തിൻ്റെ പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.